എൻ്റെ പേര് മേരി സോണിയ. ഞാൻ ആലപ്പുഴ മംഗലം വാർഡിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ ക്രെസ്പോ റോബർട്ടിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോന് ജന്മന നട്ടലിന് വളവുണ്ടായിരുന്ന കുട്ടിയാണ്. ചെറുപ്പത്തിൽ കുഞ്ഞിന് അത്രയും വളവില്ലായിരുന്നു. പിന്നെ ഒരു 10 വയസ്സിന് ശേഷം കുഞ്ഞിൻ്റെ വളവ് കൂടി വന്നു. ചെറിയൊരു വളവായിരുന്നു. പിന്നെ അത് ഒരു എസ് മോഡലായി. പിന്നെ 10 വയസ്സിന് ശേഷം അതിലും ഭയങ്കരമായിട്ട് നട്ടെല്ല് വളഞ്ഞു. അപ്പം ഞാനിങ്ങനെ മോന് ഇങ്ങനെ നട്ടെല്ലിങ്ങനെ വളവ് കൂടിക്കൂടി വരുന്നു. ഒരു 13 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് വളവ് കൂടിക്കൂടി വരികയാണ്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് വിഷമിക്കുന്നു. കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. പക്ഷേ പല ഡോക്ടർമാരും പല അഭിപ്രായമാണ് പറയണത്. പിന്നെ ചില ഡോക്ടേഴ്സ് പറയുന്നു നട്ടെല്ല് വളവായതുകൊണ്ട് പിന്നെ അവിടെ അവന് പെടലിക്ക് ചെറിയ ചരിവ് കുഞ്ഞിലെ തൊട്ട്, അപ്പോൾ അവന് ചെറിയ ചരിവ് ഉണ്ടെന്നല്ലേ ഉള്ളൂ. പിന്നെ നട്ടലിനൊക്കെ കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും, തിരിയാനും ചരിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറൊരു ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറയുന്നു പിന്നെ നിങ്ങൾ വെല്ലൂരൊക്കെ കൊണ്ടുപോകൂ, അവിടെയൊക്കെ നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. നമുക്കപ്പോഴും പിന്നെ അതിന് ശേഷം ഇവനൊരു 6 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പിന്നെ ഉഴിച്ചിലും പിഴിച്ചിലും അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങളിങ്ങനെ ഇവൻ്റെ കാര്യോർത്ത് ഒരുപാട് വിഷമിക്കുകയാണ്. പിന്നെ അതിന് ശേഷം 2018 ഒരു കൂട്ടർ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആന്ധ്രാപ്രദേശ് അവിടെ പല സംസ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനത്തു നിന്നും മന്ത്രിമാർ വരെ അവിടെ ചികിത്സയ്ക്ക് വരുന്നതാണ്. ആന്ധ്രാപ്രദേശ് പുട്ടപർത്തി പിന്നെ സത്യസായി ബാബയുടെ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ നമുക്കിവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മേജർ സർജറിയാണ് നട്ടെല്ലിൻ്റെ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ നല്ല ചികിത്സ കിട്ടും എന്നുള്ള ഒരു ഉറപ്പിൽ നമ്മൾ 2018 അവിടെയൊക്കെ പോയി. പക്ഷെ അവരും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവനൊരു 13 വയസ്സൊക്കെ ആയി പിന്നെ ഈ 2022. അപ്പം ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ വിഷമിക്കുക. അപ്പോഴാണ് എൻ്റെ മനസ്സിലിങ്ങനെ പറയുക, കുഞ്ഞിൻ്റെ നട്ടെല്ലിങ്ങനെ വളഞ്ഞും വരുന്നു, എന്ത് ചെയ്യും, വളവ് കൂടിയാലും പ്രശ്നമല്ലേ, അങ്ങനെ വിഷമിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിൽ തോന്നുവാണ് പിന്നെ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ പിന്നെ ഫോണിലിരുന്ന് അത് സെർച്ച് ചെയ്യുക ഉടമ്പടി എടുക്കാനാണ്. ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു ഞാൻ. അതിനുശേഷം പിന്നെ അപ്പം പല പ്രാവശ്യം നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്കോളിയോസിസ് എന്നാണ് ഈ രോഗത്തിൻ്റെ പേര്, നട്ടെല്ല് വളയുന്നത്, എസ് മോഡൽ വളയുന്നത്. അപ്പം ഈ ഇടുപ്പെല്ലും മുകളിലോട്ടുള്ള ഭാഗം രണ്ടും 2 വശത്തായിട്ട് ഇങ്ങനെ വളഞ്ഞു പോവും, വളവ് കൂടുന്തോറും വളഞ്ഞു പോവും. അപ്പം പിന്നെ അങ്ങനെ പിന്നെ ഒരു 4-ാം മാസം 2022 ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഒന്ന് ഫോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഇവന് സ്കോളിയോസിസിൻ്റെ ഇങ്ങനെ നല്ല സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർമാരാരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുവാണ്. പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇങ്ങനെ ഒരു ഡോക്ടറിന്, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഡോക്ടർ സ്പൈൻ സർജനാണ്. ആ ഡോക്ടർ US വർക്ക് ചെയ്ത് നല്ലൊരു ഇതിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ ഫോൺ നമ്പർ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തു. ഞാൻ പിന്നെ ഡോക്ടറിൻ്റെ വാട്സപ്പിൽ ഫോൺ നമ്പറിൽ പിന്നെ ഈ കുഞ്ഞിനെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തു. ഡോക്ടർ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യത്തൊന്നുമില്ല, എങ്കിലും എന്തോ ഭാഗ്യം കൊണ്ട് ഇങ്ങോട്ട് റിപ്ലൈ ചെയ്തു. ഞാൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു മോൻ്റെ കാര്യങ്ങളെല്ലാം കുഞ്ഞിലോട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മോൻ്റെ എക്സ്റേയുടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇട്ട് കൊടുത്തു. ഡേറ്റ് ആണ് ഡോക്ടർ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. അതിനുശേഷം അപ്പം ഡോക്ടർ പറയുന്നുണ്ട് പിന്നെ 7 ലക്ഷം രൂപ മോന് ചിലവ് വരും ഈ സർജറിക്ക്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വൈകിച്ചു, ഒരുപാട് വളവ് കൂടിപ്പോയല്ല എന്ന് പറയുന്നു. അപ്പം ഞങ്ങൾ ആ സമയത്ത് ആകെ കടബാധ്യതയൊക്കെ ആയിട്ട് ആകെ ഇരിക്കുമായിരുന്നു. ലോണുണ്ട്, ചിട്ടിയുണ്ട്. അങ്ങനെ നമുക്കിപ്പം എന്തെങ്കിലും വീട് സ്ഥലവും വിറ്റിട്ടാണെങ്കിലും എന്ത് വിറ്റിട്ടും കുഞ്ഞിൻ്റെ കാര്യം നമുക്ക് നടത്തണം. അങ്ങനെയുള്ള ഒരു ഇതിലാണ്. പക്ഷേ നമുക്ക് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു.
അപ്പം അതിനുശേഷം ഞങ്ങളിവിടെ വന്നു, ഹസ്ബൻഡും ഞാനും കൂടി ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വിറ്റിട്ട് പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ വന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഡോക്ടർ തന്ന ഡേറ്റിൽ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കത്തില്ല. ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഇവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുത്തപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുക, മോനെയായിട്ട് ടൗണിൽ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുക ഇങ്ങനെ ജോയി അലിക്കാസ് അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ ചികിത്സാ സഹായമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഷോപ്പിൻ്റെ ആ സൈഡിലൂടെ പോയപ്പോൾ ഒന്ന് ചോദിച്ച് നോക്കിയാലോ, എന്തൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നുക, എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടല്ല, പിന്നെ എനിക്ക് ഉള്ളിലിങ്ങനെ തോന്നുക. ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ അവിടെ ഇരുത്തി നമ്മളോട് പിന്നെ ഒരു വെള്ള പേപ്പർ വന്നു എഴുതാൻ പറഞ്ഞു, എഴുതി അവിടെ കൊടുത്തു. പക്ഷേ വലിയ അത്ഭുതമാണ്. അവർ നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്തു. നമുക്ക് 70,000 രൂപയാണ് കുഞ്ഞിൻ്റെ സർജറിയുടെ കാര്യം. ഫസ്റ്റ് ടൈം അതാണ് നമുക്ക് ചെക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ അതെല്ലാം ഇവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ. അപ്പം പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഇതേപോലെ നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇങ്ങനെ സംസാരിച്ച് അവിടുത്തെ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അത് പറഞ്ഞു, ചേച്ചി നമുക്ക് ചിറ്റിലപ്പള്ളി അപേക്ഷ വെച്ചാലോ, അവിടെയും ഇങ്ങനെ സഹായം ഉണ്ടെന്നൊക്കെ പറയുന്നല്ലോ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത സമയം പെട്ടെന്ന് ഇങ്ങനെ ഒരു സർജറി 7 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് കൂട്ടിയാൽ കൂടുന്നൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അപേക്ഷ അവിടെ വെച്ചു. അതും നമുക്കൊരു 40,000 ചെക്ക് നമുക്ക് വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനോട് ചെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറിനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്കിങ്ങനെ 40,000 70,000 2 ചെക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലാതെ നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ വല്ലതും ഒന്ന് ഞങ്ങൾ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ക്യാഷ്വലായിട്ട് സംസാരിച്ചതിൽ അങ്ങനെ ഡോക്ടറിൻ്റെ വായിൽ നിന്ന് ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ എന്നൊരു വാക്ക് എൻ്റെ ഉള്ളിലുണ്ട്. ഞാനത് ഇവിടെ വന്ന് ഇങ്ങനെ ഫോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ കുഞ്ഞിൻ്റെ സർജറിയാണ്, ഇനി വളവ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോവും കുഞ്ഞിന്. അതുപോലെ തന്നെയല്ല, സ്കോളിയോസിസിൻ്റെ സർജറി ചെയ്തില്ലെങ്കിൽ ശ്വാസകോശപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. അവന് നടക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഞ്ഞിൻ്റെ ജീവന് തന്നെ അതും ആപത്തായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പിന്നെ അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഞാൻ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മളിങ്ങനെ ഫോണിൽ ഇങ്ങനെ ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ എന്നും പറഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെർച്ച് ചെയ്തു. എനിക്ക് കിട്ടി, കോണ്ടാക്റ്റിംഗ് നമ്പർ കിട്ടി. ഞാൻ വിളിച്ചു. ഒരു ലേഡിയാണ് ഫോൺ എടുത്തത്. ഞാൻ എൻ്റെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ ഒരാൾ വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ച് അന്ന് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരാൾ വീട്ടിൽ വന്നു. പിന്നെ അമ്മോൻ്റെ കാര്യങ്ങൾ എല്ലാം ഓക്കെ, പേപ്പേഴ്സിലെല്ലാം ഇത് എടുത്തുകൊണ്ട് പോയി. അപ്പം അവരിങ്ങനെ സോഷ്യൽ മീഡിയ വഴിയുള്ള ചാരിറ്റി പ്രവർത്തനമാണ്, അവർ പലരും സഹായിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അവർ ഒരു 4.5 ലക്ഷം രൂപ സഹായിക്കാം എന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും രൂപയൊക്കെ നമുക്കൊരാൾ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ അതുമൊക്കെ ഓക്കെ ആയി. പിന്നെ പലയിടത്തു നിന്നായിട്ട് നമുക്ക് ചെറിയ ചെറിയ സഹായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ അവിടെ സോഷ്യൽ മീഡിയ വഴി ആയതുകൊണ്ട് നമ്മുടെ വാർഡിലുള്ളവർ തന്നെ അവർക്കത് കൊടുക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇതുണ്ടായി. അവർ വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നതൊക്കെയാണ് സത്യാവസ്ഥ. അങ്ങനെ നമുക്ക് പലരും തടസ്സപ്പെടുത്താൻ നോക്കിയെങ്കിലും നമുക്ക് ആ പൈസ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിൻ്റെ സർജറിക്ക് നമുക്ക് 1 രൂപ പോലും കയ്യിൽ നിന്ന് എടുക്കേണ്ട ആവശ്യം വന്നില്ല. ആ വിധത്തിൽ കാര്യങ്ങൾ നടന്നു. അവസാന സമയം വരെ നമ്മൾ ഒരുപാട് വിഷമിക്കും. അതുപോലെ തന്നെ കുഞ്ഞിന് നട്ടെല്ലിൻ്റെ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാലിലോട്ടുള്ള രക്തോട്ടവും മറ്റുമൊക്കെ. അപ്പം നമുക്കൊരുപാട് പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അത് സർജറി വിജയകരമായിട്ട് പൂർത്തിയായി. ഇനി ഇത് വളയില്ല എന്നാണ് പറയുന്നത്.
അപ്പം മാതാവിൻ്റെ ഒരു വലിയ കൃപയാണെന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ല എനിക്ക് നടത്തിയെടുക്കാൻ സാധിച്ചത്. അത് മാതാവിൻ്റെ ആ ഒരു ശക്തിയാണ് എന്നിലൂടെ പ്രവർത്തിച്ചെന്ന ഞാൻ വിശ്വസിക്കുന്ന. അല്ലെങ്കിൽ ഇത്രയും രൂപയും എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യവും ഒക്കെ ഇങ്ങനെ ഇപ്പോഴെങ്കിലും ഞങ്ങൾക്ക് നടന്നു കിട്ടിയല്ലോ. മോന് സെപ്റ്റംബറിൽ 14 വയസ്സായി. അപ്പം നമ്മൾ ഇത്രയും വർഷത്തോളം ഈ കുഞ്ഞിനായിട്ട് ഈ സർജറിയുടെ കാര്യം പറഞ്ഞ് നമ്മൾ വിഷമിച്ചു. എന്തായാലും ഈ സമയത്ത് നമുക്ക് അത് സാധിച്ചു കിട്ടി. അതിന് മാതാവിന് 1000 നന്ദിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടായിരുന്നു. നമുക്ക് വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന പൈസ നമുക്ക് കുറച്ച് ഇതിന് ശേഷം, നമുക്ക് കുഞ്ഞിൻ്റെ സർജറിക്ക് ശേഷം കുറച്ച് പൈസ നമുക്ക് കിട്ടി. അതൊക്കെ തന്നെ നമുക്കൊരു മനസ്സമാധാനമൊക്കെ. ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്നത്. മാതാവിന് 1000 നന്ദിയുണ്ട്.